വ്യക്തമായി നൽകിയ വോട്ടായിട്ടാണ്, പിന്തുണയായിട്ടാണ് ഇതിനെ കാണുന്നത്. വിജയിച്ച UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും, എന്തിനാണ് പറയുന്നത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലും കേരളത്തിലെ വർഗീയത വിറ്റുകൊണ്ട് ഇവിടെ വോട്ട് പിടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരിശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സൗണ്ട് ഉണ്ടാക്കലുണ്ട്. അതിൻ്റെ അവസാനത്തെ ഒരു പരിശ്രമമാണ് നിലമ്പൂരിൽ നടന്നത്. നമുക്കറിയാം, ഞാൻ രാജിവെക്കുന്നു, രാജിവെച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമാകുമ്പോൾ ഏകദേശം 1.5 മാസം മുമ്പ്, 2 മാസമായിരിക്കും, SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പെട്ടെന്ന് അദ്ദേഹം നിലമ്പൂരിലേക്ക് പറഞ്ഞേക്കുന്നു. ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത വലിയ വർഗീയ പരാമർശം അദ്ദേഹം നടത്തുന്നു. ഈ ജില്ലയിൽ ഇവിടുത്തെ ഹൈന്ദവ സമുദായം ഒരിക്കലും അംഗീകരിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ നേതാക്കളും ഹൈന്ദവ വിശ്വാസികളും തന്നെ അതിനെ എതിർക്കുന്നു. അപ്പോൾ അവസാനമായി കഴിച്ച ട്രംപ് കാർഡ്, അത്രയും കൃത്യമായ വർഗീയത പറഞ്ഞ ആ വ്യക്തിയെ 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോയി കണ്ട് സ്വീകരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാം, അതിനെന്ത് മാർഗം? കാരണം രാഷ്ട്രീയം അവിടെ കയ്യിൽ നിന്ന് പോയി. തൊഴിലാളികൾ ഒന്നും ഉണ്ടാക്കാൻ പറയുന്നു, എനിക്ക് ശബ്ദമിടാൻ വയ്യ, അതുകൊണ്ടാണ്. തൊഴിലാളികൾ അവരുടെ പക്ഷത്തു നിന്ന് കൈവിട്ടുപോയി. പാർട്ടി സഖാക്കൾ അവരെ കൈവിട്ടുപോയി. വീണ്ടും അധികാരത്തിൽ വരാൻ ഏതെങ്കിലും ഒരു നിലക്ക് കേരളത്തിലെ ഒരു കലാപ ഭൂമിയാക്കി RSSുമായി ചേർന്ന്, കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ഒരുപാട് ഗെയിമുകൾ ഇവിടെ കളിച്ചു. അതിൻ്റെ ഭാഗമാണ് അജിത് കുമാറും സുജിത് ദാസുമൊക്കെ എല്ലാത്തിലും പരാജയപ്പെട്ടു. കേരളത്തിലെ മതേതര നിലപാടിനെ, നിലമ്പൂരിൻ്റെ മതേതര നിലപാടിനെ മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരാജയത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം പാർട്ടി സഖാക്കൾ തിരിച്ചറിയേണ്ടത്, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായിസവും മരുമോനിസവും അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. ഞാൻ പിടിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ അത് കൃത്യമാണ്. CPMന് പിടിക്കാൻ പറ്റിയ വോട്ട് ഈ പറയുന്ന 65,000 വോട്ടിനടുത്താണ്. 82,000 വോട്ടുണ്ട് ഞാൻ മത്സരിക്കുമ്പോൾ. ആ 15,000 വോട്ട് പോയി.